ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു ആൻ വില്ല. ഇതാണ് എൻ്റെ സ്വന്തം വീട്. പക്ഷെ നിങ്ങൾ വിചാരിക്കും, ഇപ്പം ഞാൻ ഷാർജയിലായിരുന്നല്ലോ, ഇപ്പം ഇങ്ങനെ നാട്ടിലെത്തി. ഞങ്ങളുടെ നാട്ടിൽ എത്തിയിട്ട് കുറച്ച് ദിവസമായി, ആരും അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. അപ്പം ഇന്ന് നമുക്ക് എൻ്റെ വീട് കാണാം. അപ്പം ഇതാണ് നമ്മുടെ മാവ് കാണാം. മാവിൽ കുറേ മാങ്ങയൊക്കെ ഉണ്ട്. മാങ്ങ കാണിക്കാം. പിന്നെ ഇവിടെ ഒരു കൊച്ചു കുട്ടിയുണ്ട്. ഇതാരാണ്? മോളെ പേരെന്തോന്ന്? കേലി. എന്താണ്? കേലിൻ മരിയ, അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോള്. ഇത് മാങ്ങ കാണിച്ചുതരാം. മാങ്ങ. ഇത് കുഞ്ഞ്. നമ്മൾ നേരത്തെ വന്നതൊക്കെ എടുത്ത് കഴിച്ചായിരുന്നു, നല്ല ടേസ്റ്റ്. പിന്നെ ഉപ്പും മുളകും ഇട്ടും എല്ലാം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലേക്ക് ഉണ്ട് കുറേ. ഇത് ഞാൻ കുഞ്ഞിലായിരുന്നപ്പോൾ വാങ്ങിച്ച ഊഞ്ഞാലാണ്. ഇപ്പം ഇവിടെ വരുന്ന കൊച്ചു പിള്ളേരൊക്കെ ഇതിനകത്താണ് ഇരിക്കുന്നത്. പിന്നെ എന്താ പറയാനുള്ളത്? ഇതൊക്കെ ചെടികൾ. അമ്മയുടെ ഓരോ കലകൾ ആണ് ഇതൊക്കെ കാണുന്നത്. കൂട്ടിനകത്തൊന്നുമില്ല. കൂട്ടിനകത്തുണ്ടായിരുന്നല്ലേ മുട്ട? നമ്മൾ കഴിഞ്ഞ വർഷം വന്നപ്പം ഈ കൂട് ഇവിടെ ഒന്നും ഉണ്ടാക്കിയതല്ല കേട്ടോ. ഇത് വേറെ എവിടെയായിരുന്നു, ഏതോ ഒരു മരത്തിൽ ഉണ്ടാക്കി വെച്ച് തന്നെയാണ് സംഭവം. ശരിക്കും അവരുണ്ടാക്കിയതാണ്. എന്നിട്ട് അമ്മ അതിനെ എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവച്ചു. മുട്ട ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ അമ്മ അതിനെ മേക്ക് ഓവർ ചെയ്തു. എന്തോ ചെയ്തു. നമ്മൾ ഈസ്റ്ററിൻ്റെ അതിൽ ഈസ്റ്റർ എഗ്ഗൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ നിങ്ങൾ കാണുമ്പോൾ എൻ്റെ വീട്ടിൽ, എൻ്റെ ഷാർജയിലത്തെ ഫ്ലാറ്റ് ആയാലും ഇവിടെ ആയാലും നിങ്ങൾക്ക് ഒരു ചെവര് പോലും വെറുതെ കാണാൻ പറ്റില്ല. അത് നിങ്ങൾ ഈ വീട് കാണുമ്പോൾ മനസ്സിലാവും. ഇത് കണ്ടില്ലേ, മതിലിൽ വരെ പെയിൻ്റ് എടുത്ത് വെച്ചിരിക്കും. പക്ഷെ ഒന്നും എൻ്റെ ഒന്നുമില്ല കേട്ടോ. എൻ്റെ അനിയന്, അമ്മ, അച്ഛൻ. എനിക്ക് വലിയ കഴിവൊന്നുമില്ല ഇതിട്ട്. ഇത് എൻ്റെ സ്കൂട്ടിയാണ്. സ്കൂട്ടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, ലൈസൻസ് ഒന്നുമില്ല. ഇത് നമ്മുടെ ഒരു മെയിൻ സ്പോട്ടാണ്. ഇവിടെയാണ് നമ്മൾ എപ്പോഴും ഇരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഫാൻ വെച്ചു, ഭയങ്കര ചൂടായതുകൊണ്ട് ഇവിടെയാണ് ഇരിക്കുന്നത് എപ്പോഴും. ഇവിടെ ഊഞ്ഞാലുണ്ട്. പിന്നെ ആരെയും ഗസ്റ്റൊക്കെ വരുമ്പോൾ ആദ്യം എല്ലാവരും പോകുന്നത് ഇങ്ങോട്ടാണ്. ഇവിടെയാണ് വന്നിരിക്കുന്നത് എല്ലാവരും. പിന്നെ ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഉണ്ട്. അവിടെ കുറച്ച് കൂടുതൽ ഗസ്റ്റ് വന്നാൽ അവിടെ ഇരിക്കാം. അവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഇതിലേതോ ഒരു ഊഞ്ഞാലിൽ ഞാൻ കയറി ഇരുന്നിട്ട് ഒടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏത് ഊഞ്ഞാലിൽ കയറിയാലും എനിക്ക് വീഴ്ച മസ്റ്റാണ്. ഈ ചക്കയുടെ പേരെന്തുവാ? എനിക്കറിയില്ല. മുള്ളൻചക്ക. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. പല നാട്ടിലും. ഇവിടെ മാവ്, ഇവിടെ ചക്ക. പ്രത്യേകിച്ച് അങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒന്നും കിട്ടുന്ന സാധനങ്ങളൊന്നും എൻ്റെ വീട്ടിൽ. അതപ്പുറത്തെ വീട്ടിലുള്ള പപ്പായാണ്. ഇനി നമുക്ക് വീടിനകത്ത് കയറാം. വരി ഇതൊക്കെ കണ്ടോ. ഇരുട്ടായി. കുറച്ച് മുന്നേ ലേശം ഒന്ന് മഴയ്ക്ക് പെയ്യണമെന്ന് തോന്നി, 2 തുള്ളി പെയ്തിട്ട് പോയി. അതുകൊണ്ട് ഭയങ്കര ചൂട്. ലൈറ്റൊക്കെ ഇടട്ടെ. ഇവിടുത്തെ സ്വിച്ച് പോലും മരിക്കാത്തതുകൊണ്ട് സ്വിച്ചൊക്കെ ഏതാണെന്ന് ഇപ്പോഴും അറിയില്ല. ഇത് നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോ. ഇത് നമ്മുടെ വീട് വെച്ച ദിവസമല്ലേ, 18 ഡിസംബർ 18 ഇയേഴ്സ് ആയി. നല്ലതിരിക്കുന്നത് കറക്റ്റ് അമ്മ. പണ്ടൊക്കെ ഫോട്ടോ, 3-4 വർഷമായിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് പലവർക്കും അറിയായിരിക്കും, ഞാൻ ഭരതനാട്യമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു 10 വർഷത്തിന് മുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പഠിച്ചിട്ടുണ്ടെന്ന് കാണിക്കണമല്ലോ. അതിൻ്റെ ഒരു ഇതാണ് കലാസൃഷ്ടി.
ഈ വീട്ടിൽ ഫോട്ടോസ് കുറവാണ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും ഫോട്ടോസ് കുറവാണ്. ഇത് നമ്മൾ ലണ്ടൻ പോയ ഫോട്ടോസ്. കൂടുതൽ ഫോട്ടോസൊക്കെ നമ്മുടെ ഷാർജ വീട്ടിലാണ്. ടവർ ബ്രിഡ്ജ് നമ്മളും പോയിട്ടുണ്ട് കേട്ടോ ലണ്ടനിൽ. എനിക്ക് ഇൻസ്റ്റ ഒന്നും ഇല്ലാത്ത കാലത്താണ് പോയത്. പിന്നെ ഇതാണ് എൻ്റെ പപ്പ, അമ്മയുടെ പപ്പയാണ്. ഇതൊക്കെ നമ്മൾ ലണ്ടൻ, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ് ഇവിടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. ഈ സാധനം കാണിക്കും, എൻ്റെ അച്ഛനും അമ്മയുടെ ആൽബമാണ്, കല്യാണ ആൽബം. ഇത് കുറേ ആൽബംസ് ഉണ്ട്. ഇത് ഞാനാണ്. ഇത് അമ്മച്ചി, പപ്പ, ഞാൻ, അമ്മ, അച്ഛൻ. ഇത് അമ്മയുടെ പഴയ വീട്ടിലാണ്. ഇത് എൻ്റെ അച്ഛൻ്റെ ഫുൾ ഫാമിലി. അച്ഛന് എത്ര 7 അല്ലേ, 7 സിബ്ലിങ്സ് ഉണ്ട് കേട്ടോ. ഇതൊരു സിസ്റ്റർ, 2 സിസ്റ്റേഴ്സും ബാക്കി ഇവരെല്ലാം ബ്രദേഴ്സാണ്. ഇതെല്ലാം അവരുടെ വൈഫ്. ഇതെൻ്റെ പപ്പയുടെ പപ്പ. ഒരു വലിയൊരു ഫാമിലിയാണ്. അപ്പോൾ അവർക്ക് എനിക്ക് കുറേ കസിൻ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് എൻ്റെ അച്ഛൻ്റെ സൈഡിൽ നിന്നേ ഉള്ളൂ. അമ്മയുടെ സൈഡിൽ നിന്ന് അങ്ങനെ ആരുമില്ല. ഇതാണ് ഫസ്റ്റ് റൂം. ഈ റൂം ആക്ച്വലി എൻ്റെ എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷെ ഞാൻ ഇതുവരെ ഇവിടെ കിടന്നിട്ടില്ല. ഇവിടെ പപ്പയും അമ്മച്ചിയാണ് കിടക്കുന്നത്. ഇപ്പം അമ്മച്ചി ഇവിടെ ഇല്ല. ഈ വീട്ടിലിപ്പം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അമ്മച്ചി ദുബായിൽ. അമ്മച്ചി വരും അടുത്താഴ്ച. പ്രത്യേകിച്ചൊന്നുമില്ല. റൂം, പിന്നെ അകത്ത് വാഷ്റൂമും ഉണ്ട്. ഇതെൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്പോട്ടാണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ശരിക്കുള്ള സാധനം ഇല്ല. ഇവിടെ വരുന്ന എല്ലാവരും ഒരെണ്ണം മുക്കിക്കൊണ്ട് പോവും, അല്ലെങ്കിൽ കുടിച്ചിട്ട് അവിടെ കൊണ്ട് വെക്കും. അങ്ങനത്തെ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ കുറേ മെമ്മറബിൾ തിങ്സൊക്കെ ഉണ്ട്. ഇത് ഞാനാണ്. ഇത് ഞാൻ. ഇതല്ല, അതെൻ്റെ ഫസ്റ്റ് ഫോട്ടോ ആണ്. ഇതെൻ്റെ ഫസ്റ്റ് ഫോട്ടോ ഒന്നുമല്ല. എൻ്റെ ഫസ്റ്റ് ഫോട്ടോ ഇവർ മിസ് ചെയ്ത് എടുത്തില്ല എന്ന് തോന്നുന്നു. അമ്മ, അച്ഛനും. ഇത് ഞാൻ. മലയാളി മങ്കയ്ക്കുള്ള അവാർഡൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ എന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ അങ്ങനെ ആരും ഇരുന്ന് കഴിക്കാറില്ല. അയ്യോ, ആ ക്യാൻഡിൽ ഇപ്പം കേട്ടോ. ഇത് വാഷിംഗ് ഏരിയ. ഇവിടെയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇന്നലെ ഒരു ആൻറ്റി ചോദിച്ച്, മഞ്ചാടിക്കുരു വാങ്ങിച്ചതാണോ അതോ കളക്ട് ചെയ്തതാണോ? ശരിക്കും ആരോ കളക്ട് ചെയ്തത് അമ്മ എടുത്തോണ്ട് വന്നല്ലേ. പിന്നെ ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചണിൽ എന്തിനാണ് ഈ ഫോട്ടോ കൊണ്ടുവച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല. റെഡ് ഇട്ടേക്കുന്നതുകൊണ്ട് റെഡ് ഡോറിൽ വെക്കാൻ അങ്ങനത്തെ ഒരു ഐഡിയ ആയിരിക്കും ഉദ്ദേശിച്ചത്, എനിക്കറിഞ്ഞൂടാ. ഇത് നമ്മൾ ലണ്ടനിൽ പോയ ഫോട്ടോ. ഇതാണ് നമ്മുടെ കിച്ചൺ. ഉള്ള സ്ഥലങ്ങളാണ് സ്കോട്ട്ലൻഡ്, ആംസ്റ്റർഡാം, ഗോവയിൽ ഞാൻ പോയതാണ്, ഇവർ പോയില്ല. പിന്നെ ഇതൊരു ബാക്ക് ഏരിയ. ഇവിടെ നമുക്ക് ജസ്റ്റ് റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലവും. പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. ഇത് നമ്മുടെ സെക്കൻഡ് റൂമാണ്. ഇതിനകത്താണ് ഞാനും ഇപ്പം അമ്മയും മാത്രമേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും ഇവിടെയാണ് കിടക്കുന്നത്.
അയ്യോ ഇതൊന്നും കാണണ്ട ദൈവമേ. ഇതെൻ്റെ മേക്കപ്പ് ഏരിയ. ഇവിടെ കുറച്ചൊക്കെ ഉള്ളൂ. നാട്ടിൽ വല്ലപ്പോഴൊക്കെ അല്ലേ വരുന്നത്. ഞാൻ അടുക്കി വെച്ചേക്കുന്നല്ല എൻ്റെ ബുക്സാണ്, ഡിഗ്രിയുടെ ബുക്സ്. ഇപ്പം നമ്മൾ 2 റൂമുണ്ട് ഇവിടെ. താഴെ 2 റൂം, മേളിൽ പിന്നെ ഒരു തിയേറ്റർ ഉണ്ട്, അതിൻ്റെ മേളിൽ ഒരു റൂമുണ്ട്. നമുക്ക് മേളിൽ ഇതെൻ്റെ +2 കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ്. ഇത് പിന്നെ ഒരു ഡാൻസിൻ്റെ ഗ്ലോബൽ വില്ലേജ് ദുബായിലെ. ഇത് അലൻ വല്ലപ്പോഴും ഒക്കെ എൻ്റെ കൂടെ ഡാൻസ് കളിക്കാറുണ്ട്, അപ്പം അവനും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ തിയേറ്റർ. പക്ഷെ ഫുള്ള് അങ്ങോട്ട് സെറ്റായി എന്ന് പറയാമോ? സെറ്റായില്ല. ഇവിടുന്ന് മേലോട്ട് പോകുമ്പോഴാണ് അടുത്ത റൂം. ഇതേ ആ ഡോറാണ് അടുത്ത റൂം. പിന്നെ ഈ സൈഡിൽ കാണുന്നതാണ് ടെറസ്. ഈ റൂം ഫുള്ള് നമ്മൾ സ്റ്റോറേജിനാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ റൂമിനകത്ത്. ഇതെൻ്റെ അച്ഛൻ്റെ കോളേജ് ഫോട്ടോ ആണ്. അച്ഛനെവിടെ? ഇത് അച്ഛൻ. നമുക്ക് ടെറസിലോട്ട് പോകാം. ടെറസ് ഭയങ്കര വലിയ ടെറസാണ്. ടെറസിലൊന്നും ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇറങ്ങുന്നത് നാട്ടിലെത്തിയിട്ട്. ഓക്കെ, സോ എൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീടും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഭയങ്കര ചൂട്, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബ്ലാക്ക് ഇട്ടതുകൊണ്ട് ഭയങ്കര വല്ലാത്തൊരു ചൂട്. അപ്പോൾ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമായിരിക്കും ഈ വീഡിയോ വരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക and subscribe ചെയ്യുക. Ta-ta! See you in my next vlog.